സുഖമായ ജീവിതം. സുഖമായ ജീവിതം. വെള്ളം ഒഴിച്ചു നിർത്തിയ വെള്ളം അനിവാര്യമാണ്. അല്ല അല്ല, ഞങ്ങൾ പിടച്ച് വീണാൽ ഞങ്ങൾ കുളിക്കാ കയറുന്നത്. കൊച്ചു പിള്ളേരൊക്കെ ഉണ്ട്. കൊച്ചു പിള്ളേർ നീന്തൽ പഠിച്ച പിള്ളേരാ. പ്രളയത്തിൽ കുട്ടനാട്ടിൽ നിന്ന് ഒരു വ്യക്തി മരിച്ചിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ നമ്മൾ എന്തുകൊണ്ടാ മരിക്കാത്ത? വളരെ അഭിമാനാർഹമായ തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ ഞങ്ങൾ. തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ ഞങ്ങൾ. അതാണ് കുട്ടനാട്. അതാണ് കുട്ടനാടുകാർ. അതാണ് കുട്ടനാട്. കുട്ടനാട്ടുകാരെ കൈയും കാലും കെട്ടിയെടുത്ത് വെള്ളത്തിലിട്ടു. അപ്പൊ മുങ്ങി ഉണ്ടയിട്ട് കരയ്ക്ക് കയറും. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അല്ലല്ല, ജീവിതത്തിന് ഏറ്റവും സുഖം കുട്ടനാടാണ്. പക്ഷെ വെള്ളപ്പൊക്കം വന്നാലോ? വെള്ളപ്പൊക്കം വന്നാൽ എന്ന് വെള്ളപ്പൊക്കം ഇല്ലല്ലോ. 8 മാസം ഇല്ലേ വെള്ളപ്പൊക്കം? അതായത് വെള്ളപ്പൊക്കം വേണം ഞങ്ങൾക്ക്. അമിതമായ വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്ക് 2 ആഴ്ച 3 ആഴ്ച അത്രേ ഉള്ളൂ. ആൾക്കാർ ബാക്കി 7 മാസം 8 മാസം എന്നൊക്കെ പറയുന്നത് വെറുതെയാണോ? 8 മാസം വെള്ളമുണ്ട്, വെള്ളത്തിന്റെ ശല്യമില്ല. അങ്ങനെയാണ്. അങ്ങനെയുണ്ടൊരു കാഴ്ചപ്പാട്. അത് നമുക്ക് പറയാനൊക്കത്തില്ല. ചേട്ടന്റെ അഭിപ്രായത്തോട് വിയോജിപ്പുണ്ട്. ചേട്ടൻ ഇവിടെ നിന്നാണ് പോലെ. ഒരു മിനിറ്റ്. ചേട്ടൻ രാവിലെ മീൻ പിടിച്ചു വന്നാ? ഇത് എവിടുന്ന് പിടിച്ചേ? പറയല്ലേ. ഞങ്ങള് വീശാൻ പോയി. ഇപ്പൊ ഇത്രയും പല വീശുന്ന ആളാണ്. ഈ ബോട്ടിലാണോ പോയെ? ഇതേ തന്നെ പോയി. ഇപ്പൊ എത്ര രൂപയുടെ മീൻ കാണും ഇത്? ഇതൊരു 300 രൂപ. 300 രൂപ. എത്ര മണിക്കൂർ പിടിച്ചിട്ടുണ്ടാവും ഇത്? ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് 300 രൂപയുടെ മീൻ പിടിച്ചു. അതാണ് കുട്ടനാട്. ഇത് മീൻ എവിടെ കൊടുക്കുന്നത്? ഇതോ ഇപ്പൊ ചെന്ന ഉടനെ പിച്ചാത്തി എടുത്ത് വെട്ടുക, കഴുകുക, കറി വെക്കുക. പെടക്കുന്ന ഉള്ളില് അല്ലേ? ഇതാണ് പെടക്കണ മീൻ കിട്ടും. ഇത് നേരെ വീട്ടിൽ കൊണ്ട് വയ്ക്കും, കറി വെക്കും. വീട്ടിൽ തന്നെയാണ് കൊടുക്കുന്നത് അതോ കടയിൽ കൊടുക്കുമോ? ഇത് കടയിൽ കൊടുത്ത വിഷം മേടിച്ച് പിന്നെ കഴിക്കണ്ടേ? കണ്ടോ, അതാണ്. അപ്പൊ പുറത്തുനിന്ന് വരുന്ന മീനേക്കാൾ ഈ നാട്ടുകാർക്ക് നല്ല ശുദ്ധമായ മീൻ. പെടക്കണ മീനാണ്. പച്ചയ്ക്ക് പച്ച. ഇവനെ വറുത്ത് കൂട്ടിട്ടുണ്ടോ? അടിപൊളിയാ, സൂപ്പർ ടേസ്റ്റാ. എങ്ങനെയാ അതിന്റെ ഒരു രീതി? എങ്ങനെ കുട്ടനാട്ടുകാരുടെ വറുത്തരച്ച് വയ്ക്കുന്ന രീതി? എങ്ങനെ? തേങ്ങ അരച്ച് വറുത്തരച്ച് വയ്ക്കും? ഇത് തേങ്ങ അരച്ച് വയ്ക്കത്തില്ല, മുളകിട്ട് വയ്ക്കും. ഇവനെ വറക്കും. അവന് എന്തൊക്കെയാ ഇടുന്നതിനകത്ത്? കുരുമുളക്, ഒരു 2 കഷ്ണം വെളുത്തുള്ളി, മുളക്, ഉപ്പ്, ഇത്രയൊക്കെ ഇടും. പക്ഷെ ഇതൊക്കെ വാങ്ങാൻ സിവിൽ സപ്ലൈസിൽ പോയാൽ കിട്ടുന്നില്ല എന്നൊരു പരാതിയുണ്ട്. സിവിൽ സപ്ലൈസിൽ പോയി സാധനങ്ങൾ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ സിവിൽ സപ്ലൈയിലും പോയി നേരത്തെ പോയി ഓണത്തിന് മുമ്പ് പോയി മേടിച്ച സാധനം ഇപ്പോഴും ഇരിപ്പുണ്ട്. അത് ശരി, സ്റ്റോക്ക് ചെയ്തു, പൂട്ടി വെച്ചു. എപ്പം എവിടുന്ന് എന്തെങ്കിലും കിട്ടുന്നോ അത് അപ്പോഴേ മേടിച്ചേക്കുക. വെളിച്ചെണ്ണ 2 കിലോ മേടിക്കും. 2 കിലോ വാങ്ങിക്കും. ഈയിടെ 1 കിലോ മേടിക്കും. അപ്പൊ 1 കിലോ ഉണ്ടെങ്കിൽ ഒരു മാസത്തേക്ക് 162 രൂപ. 162 രൂപയ്ക്ക് കിട്ടും. 140 രൂപ. ജീവിതം മൊത്തത്തിൽ സന്തോഷമാണ്. പറഞ്ഞു കേട്ടില്ലേ? ഇത് എവിടെ നിന്ന് കിട്ടും? ശുദ്ധമായ മീൻ പിടിച്ച് വറുത്ത് വീട്ടിൽ ഇത് കഴിക്കാം. അത് എവിടെ നിന്ന് കിട്ടും? സ്വന്തമായിട്ട് കുട്ടനാട്ടിൽ വിളയിച്ചെടുക്കുന്ന നെല്ലെടുത്ത് നെല്ല് കുത്തി അരിയാക്കി ചോറുണ്ടാക്കി കഴിക്കാം. അതാ പറയുന്നത്. തേങ്ങ അതെ, തേങ്ങ എവിടെ നിന്നും കിട്ടും. ജീവിതം ഹാപ്പിയാ. കുട്ടനാട്ടുകാർക്ക് ഇത്രയും സുഖ സൗകര്യമുള്ള ഒരു സ്റ്റേറ്റിലെ ഒരു പ്ലേസ് ഉണ്ടെങ്കിൽ അത് കുട്ടനാട്ടുകാർക്ക്. ചേട്ടന്റെ പേരെന്താ പറഞ്ഞേ? എന്റെ പേര് PV സോമൻ, വടയാറ്റിയറ മങ്കമ്പ. സർക്കാരിനോട് നമ്മൾ ചേട്ടനെ കുട്ടനാടിന്റെ അംബാസഡർ ആക്കി പറയാനായിട്ട് നമ്മൾ ഇതിനകത്തൂടെ പറയും. എന്തായാലും കാരണം കുട്ടനാടിന് വേണ്ടി ഇത്രയും അധികം ഉച്ചിനോടുകൂടി വാദിക്കുന്ന ഒരു മനുഷ്യനാണ്. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നവകേരള സദസ്സിനെ കുറിച്ച് എന്താ അഭിപ്രായം? നവകേരള സദസ്സ് വരുന്നുണ്ടല്ലോ, മുഖ്യമന്ത്രിയൊക്കെ എന്താ അഭിപ്രായം? അത് നമ്മുടെ നിയമസഭ മൊത്തത്തില് ജനങ്ങളുടെ മുന്നിലോട്ട് വരുന്നുള്ളൂ. ജനങ്ങളുടെ മുന്നിൽ വന്നിട്ട് അവരുടെ ആവലാതികളും ഞങ്ങളുടെ ആവലാതികളും അത് പേപ്പറിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇനി ഒരു കാലം കൂടി കിട്ടുമെന്നാണോ പറയുന്നത്? അത് എന്ത് ചെയ്താൽ ഈ ന്യൂനപക്ഷം പുള്ളിക്കാരെ ഇരുത്തത്തില്ല. പ്രതിപക്ഷമല്ല, ഇവിടുത്തെ ന്യൂനപക്ഷം ഒന്നടങ്കം കേരള നിയമസഭയിലേക്ക് വോട്ട് ചെയ്യും. ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ആരാ ഉദ്ദേശിച്ചത്? ന്യൂനപക്ഷം എന്ന് പറയുന്നത് ആരൊക്കെയാ? ഇവിടുത്തെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻ സമുദായമാണോ? ക്രിസ്ത്യൻ സമുദായമുണ്ട്, മുസ്ലിം സമുദായമുണ്ട്. പിണറായി വിജയൻ എതിരായിട്ട് വോട്ട് ചെയ്യൂ? അവരാകെ വോട്ട് കൊടുക്കുന്നത്. പിണറായി വിജയൻ അനുകൂലമായിട്ട് വോട്ട്. അങ്ങനെ ഞാൻ പേടിച്ചു പോയി, തിരിച്ചു പറഞ്ഞു. അതുകൊണ്ട് ന്യൂനപക്ഷം ഉള്ളിടത്തോളം കാലം പിണറായി വിജയനെ പേടിക്കണ്ട. അല്ല പിന്നെ എങ്ങനെ ഈ 2ാമത്തെ തവണ 99 ചെന്ന് നിന്നത്? അതൊരു വലിയ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് വലിയ ചോദ്യമാണ്. അതങ്ങനെ തന്നെയാ. ഇലക്ഷന്റെ തലേ ദിവസവും നമ്മൾ കണ്ടാണ് തിരുവനന്തപുരത്ത് ബാരിക്കേഡ് വെച്ചിട്ട് പെണ്ണുങ്ങൾ കയറിയിട്ട് മലന്നടിച്ച് വീഴുന്നത് കണ്ടതാണ്. എന്നിട്ടും കിട്ടിയില്ല 99 സീറ്റ്. അതെ, അപ്പൊ ഇനിയും കിട്ടും. ശബരിമലയിലെ പ്രശ്നം പറഞ്ഞ് ആകെ വഷളാക്കി. പിന്നെ പെണ്ണുങ്ങളും ആണുങ്ങളും കൂടെ തിരുവനന്തപുരത്ത് ഉണ്ണാവൃതം അനുസരിച്ച് കടന്നു. ഇത് കഴിഞ്ഞതിന്റെ പിറ്റേ മാസം ഇലക്ഷൻ. ജനങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല. 79 99 പോയി. ജനങ്ങൾ അതൊന്നും വിശ്വസിച്ചില്ല. ജനങ്ങൾക്ക് ആവശ്യം ഇവിടെ
സമാധാനപരമായ ജീവിതമാണ്. അതിൽ ഈ പ്രതിപക്ഷം പറയുന്നത് പോലെ ഈ സർക്കാരിന്റെ ധൂർത്താണ്. അതെ, പ്രതിപക്ഷം ഇടതുപക്ഷം പ്രതിപക്ഷത്തിൽ വന്നാലും UDF പ്രതിപക്ഷത്തിൽ വന്നാലും അവർക്കൊരു ധർമ്മമുണ്ട്. കാണുമൊക്കെ വിളിച്ചു പറയുക. നമ്മുടെ രമേശ് ചെന്നിത്തല എന്തെല്ലാം വിളിച്ചു പറഞ്ഞു. പുള്ളി ഇപ്പൊ എവിടാ? പ്രതിപക്ഷ താനെ എവിടാ? നിങ്ങൾ ഈ ചാനലിൽ പറഞ്ഞാലേ ഒതുക്കി ഒതുക്കി നമുക്കറിയത്തില്ല. പക്ഷെ പുള്ളിയുടെ വർത്തമാനമൊന്നും ഇപ്പൊ കേൾക്കുന്നില്ല. സജീവമായിരിക്കാം. അപ്പം കൃത്യമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണം കൊണ്ട് ഇടത് നിലപാടിനോട് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. ഇടതുപക്ഷ പാർട്ടിയുടെ CPM-ന്റെ ആളല്ലേ? CPM-ന്റെ ആള് തന്നെയാണ്. അത് തന്നെ കാലമായിട്ട് ഇത്ര നാളും ജീവിച്ച CPM-ൽ, ജനിച്ച CPM-ൽ, വളർന്ന CPM-ൽ അവസാന കാലത്ത് കാലെടുത്ത് വെച്ച് മരിക്കുന്നതും. പെൻഷൻ കിട്ടിയിട്ട് എത്ര ആളായി? പെൻഷൻ കിട്ടിയിട്ട് ഒരു 4-5 വർഷമായി. എന്താ പെൻഷൻ കിട്ടാത്ത? ഏത്? അയ്യോ, പെൻഷൻ കിട്ടിത്തുടങ്ങിയത്. അല്ല, കിട്ടാത്ത എത്ര ആളായത്? കിട്ടാത്ത ഞങ്ങൾക്ക് ഇനി 1 മാസം കൂടി കിട്ടാണ്. ചുമ്മാ കള്ളം പറയല്ലേ. 3 മാസം ഉണ്ട്. ഈ മാസത്തെ കൂടെ കൂട്ടി 3 മാസം. 3 മാസം. ഈ മാസത്തെ കൂടെ കൂട്ടി 3 മാസം. അപ്പൊ ചേട്ടന്റെ ഒരു രാഷ്ട്രീയ നിലപാടിൽ ചേട്ടന്റെ ഒരു ആർജവത്തെ നമ്മൾ അഭിനന്ദിക്കുന്നു. അതേസമയം തന്നെ കുട്ടനാട്ടുകാർക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പ്രശ്നമില്ലാത്ത 28 സംസ്ഥാനങ്ങളിൽ പ്രശ്നമില്ലാത്ത എവിടാ? അതെ, അതൊരു ചോദ്യമാണ്. ആ ചോദ്യമാണ് പ്രേക്ഷകരുടെ മുന്നിൽ വെക്കുന്നത്. ഇടതുപക്ഷത്തിനൊരു ഗുണം കിട്ടി. വിദ്യാഭ്യാസം, ആരോഗ്യം. നമ്മൾ കഴിഞ്ഞ ആഴ്ച മാതൃഭൂമി പത്രത്തിൽ കണ്ടതല്ലേ, ഗുജറാത്തിൽ ഒരൊറ്റ കുട്ടികളും ജയിക്കാത്ത 157 സ്കൂളുകളാണ്. ചേട്ടനെ ഇന്ന് ഞങ്ങളുടെ ചർച്ചയിൽ അതിഥിയായിട്ട് ക്ഷണിച്ചിരിക്കുന്നു. ഇന്ന് വൈകുന്നേരം ചേട്ടന്റെ നമ്പർ ഒന്ന് എഴുതിയെടുത്തേക്കണേ. ചേട്ടൻ നമുക്ക് CPM ബ്രാഞ്ച് കമ്മിറ്റി അംഗം തോന്നുന്നു അല്ലേ? ബ്രാഞ്ച് സെക്രട്ടറിയായിട്ട് അംഗമായിട്ട് പറഞ്ഞു. അപ്പൊ ചേട്ടനാണ് ഇന്ന് നമ്മുടെ വൈകുന്നേരത്തെ അതിഥി. അപ്പൊ പ്രേക്ഷകർ ഇന്ന് ജനസഭയിൽ നമ്മള് ചേട്ടന് ബുദ്ധിമുട്ടില്ലല്ലോ? വൈകുന്നേരം ഞാൻ വരത്തില്ല. അത് ശരി. അതെന്താ വരാത്? വൈകുന്നേരം ആകുമ്പോ എന്ത് ചെയ്യും? എനിക്ക് എക്സസൈസും നടക്കാനും ഒക്കെ സമയം വേണം. അതായിക്കോട്ടെ, നമുക്ക് അതിനുശേഷം ഒരു 1 മണിക്കൂർ നമുക്ക് വേണ്ട. ആ ചർച്ചയ്ക്കൊന്നുമില്ല. കാര്യങ്ങളൊക്കെ നിലപാട് പറയും. പക്ഷെ കാര്യങ്ങൾ നിലപാടായിട്ട് പറയും. നമ്മുടെ നിലപാട്, നമ്മുടെ ഇന്നത്തെ ജീവിത രീതി, ഇതുവരെയുള്ള ജീവിതം. എത്ര വയസ്സായിരുന്നു? 67 വയസ്സേ ആയിട്ടുള്ളൂ എന്ന് പറയുന്നുള്ള കരുത്തുണ്ടല്ലോ. അപ്പൊ ആ കരുത്തിന് അഭിനന്ദനങ്ങൾ. അപ്പൊ താങ്ക് യു ചേട്ടാ. അപ്പൊ ഞങ്ങളൊന്ന് പോകുന്നു യാത്രയ്ക്ക്. ചേട്ടൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട. തിരിച്ചു വരും. അല്ലല്ല, പറയേണ്ടത് അല്ലല്ല, നമുക്ക് വീണ്ടും കാണാം. കൊള്ളാം, വീണ്ടും കാണാം എന്ന് പറഞ്ഞു വേണം പോകാൻ. കൊള്ളാം കേട്ടു. സംഭവം ഞാൻ സമ്മതിച്ചിരിക്കുന്നു. അപ്പൊ ആ മുദ്രാവാക്യം എന്താണ്? കുട്ടനാട്ടുകാരുടെ തലയ്ക്ക് മീതെ വെള്ളം വന്നാൽ അതുക്ക് മീതെ ഞങ്ങൾ. അപ്പൊ താങ്ക് യു ചേട്ടാ.